ദൈവികമായ പരിജ്ഞാനം, ദൈവികമായ ജ്ഞാനം ഈശോ നമുക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും അറിവുണ്ട്. പക്ഷേ ദൈവികമായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ, അറിവുകൾ നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ തിരക്കുള്ള മനുഷ്യരാണ്. ഒരുപാട് ഓടി ജീവിതം മുഴുവനും നമ്മളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് ചില ദൈവികമായ ജ്ഞാനം നമുക്കുണ്ടാകണം. നമുക്കറിയാം, ഒരു മനുഷ്യന് എങ്ങനെയാണ് ദൈവിക ജ്ഞാനം ഉണ്ടാകുന്നത്? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ശ്രദ്ധ പുലർത്തുക. ശ്രദ്ധയോടെ ജീവിച്ചാൽ ദൈവിക ജ്ഞാനം കിട്ടും. രണ്ട്, നമ്മൾ ജ്ഞാനമുള്ള ആളുകളോട് ഇടപെട്ട് നിൽക്കണം. നമ്മളിപ്പോൾ ഇടപെട്ട് നിൽക്കുന്നത് ഈ ലോകത്തിൻ്റെ അറിവുള്ള ഒരുപാട് ആളുകളോടാണ്. നമ്മൾ കാണുന്ന സിനിമ, കോമഡി, വീഡിയോ, ഈ ലോകത്തിൻ്റെ അറിവുള്ള ധാരാളം ആളുകളാണ്. അവരോടൊക്കെ ഇടപെട്ട് നിരന്തരം വ്യാപരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ജ്ഞാനം കിട്ടാതെ പോകും. ദൈവിക ജ്ഞാനം കിട്ടിയ ആളുകളോട് ഇടകലർന്ന് നിൽക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന് ഞാൻ വിശുദ്ധ സുവിശേഷത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ മെസ്സേജ് കൊടുക്കും. അപ്പോൾ കുർബാനയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞതാണ്. അതായത് ചില ആളുകളിങ്ങനെ ഈ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അവർക്കറിയാം, ഈ പ്രസംഗം പറയുന്ന ആളുകൾക്ക് ദൈവത്തിൻ്റെ ചില ഇടപെടലുകളും ജ്ഞാനങ്ങളും കിട്ടിയവരാണ്. അപ്പോൾ ആ ദൈവിക തീക്ഷ്ണതയുള്ള, ദൈവിക അറിവുള്ള ആളുകളോട് ഇടകലർന്ന് നിന്നാൽ നമ്മൾ ആത്മീയ ജീവിതത്തിൽ കുറേ കൂടി വളരും. നമ്മളുടെ ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ ആരോടാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ ആത്മീയ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വെള്ളിയാഴ്ചകളിലും നമ്മുടെ ശനിയാഴ്ചകളിലൊക്കെ ആരാധനകളിലും പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും ഒക്കെ സംബന്ധിക്കാൻ വരണം. പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമായി ഇത് കർത്താവ് മാറ്റി. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ ഒരു ദൈവിക ജ്ഞാനം നമ്മുടെ ഉള്ളിൽ തട്ടിക്കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കാം. അതായത് ഈ നമ്മൾ അറിയാത്ത നമ്മുടെ ജീവിത മേഖലകളിൽ നമ്മളറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് തിന്മയുടെ ശക്തികൾ ഉണ്ട്. ഈ ഒരു സ്ഥലം ദൈവം ഒരുക്കുന്ന ഒരു വിടുതലിൻ്റെ സ്ഥലമായിട്ടാണ്, ഒരു ഡെലിവറൻസിൻ്റെ സ്ഥലമായിട്ടാണ് കർത്താവ് ഇതിനെ ഒരുക്കുന്നത്. ഇവിടെ വരുന്നവർക്കൊരു സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വന്യ റമ്പാച്ചൻ്റെ കാലങ്ങളായിട്ടുള്ള ആത്മീയ ശുശ്രൂഷയിൽ വെളിപ്പെട്ടതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് മതബോധന ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതും ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നതുമായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പിശാച് എന്ന് പറയുന്നത്, തിന്മ എന്ന് പറയുന്നത്, തിന്മയെ ഒരു വ്യക്തിയായിട്ടാണ്. നിങ്ങളത് മനസ്സിലാക്കണം, അറിഞ്ഞിരിക്കണം. ഈ പരിജ്ഞാനം നമുക്ക് കിട്ടണം. പിശാച് എന്ന് പറയുന്നൊരു ആശയമല്ല, മറിച്ച് പിശാച് എന്ന് പറയുന്നത് ഒരു ബീയിങ്ങാണ്, ഒരു തിന്മയാണ്, ഒരു ശക്തിയല്ല, അതൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അതാണ് ഈ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ സഭയുടെ പഠിപ്പിക്കൽ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ടത്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 2851 ഖണ്ഡികയിലാണ്, തിന്മ എന്നതൊരാശയമോ അമൂർത്തതയോ അല്ല, അത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. സാത്താനൂസ് എന്ന് പറഞ്ഞാൽ പ്രതിബന്ധമുണ്ടാക്കുന്നവൻ എന്നാണ്. തടസ്സം സൃഷ്ടിക്കുന്നവൻ, മാർഗതടസ്സമുണ്ടാക്കുന്നവൻ, വഴി മുടക്കുന്നവൻ, അതാണ് സാത്താനൂസ്. ദിയാബുലോസ് എന്നാണ് പറയുക. ദിയാബുലോസ് എന്ന് പറഞ്ഞാൽ പ്രതിബന്ധമുണ്ടാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്. പ്രതിപക്ഷം തോറ്റ പാർട്ടിയാണ് പ്രതിപക്ഷം. പക്ഷേ തോറ്റ പാർട്ടിയാണെങ്കിലും, ഭരിക്കുന്നത് കർത്താവാണെങ്കിലും, ഭരിക്കുന്നത് യേശുക്രിസ്തുവാണെങ്കിലും, കുരിശിൽ അവൻ ഇവൻ്റെ മേൽ വിജയം വരിച്ചു എങ്കിലും, ഈ തോറ്റ പാർട്ടിക്ക്, പ്രതിപക്ഷ പാർട്ടിക്ക് വല്ലപ്പോഴും ഒരു ഹർത്താലൊക്കെ നടത്താൻ പറ്റും. വല്ലപ്പോഴുമെങ്കിലും ഒരു വഴി മുടക്കാൻ പറ്റും, ഒരു സമരം ഉണ്ടാക്കാൻ, മാർഗതടസ്സം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തോറ്റ പാർട്ടിയാണെന്നുണ്ടെങ്കിലും അതിന് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അവൻ എന്തിനാണ് പ്രതിബന്ധം ഉണ്ടാക്കുന്നത്? കൃത്യമായി സഭ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകർമ്മത്തിനും ദൈവത്തിൻ്റെ പദ്ധതിക്കും മാർഗതടസ്സമുണ്ടാക്കുന്നവനാണ് പിശാച്. വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം.
ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാപദ്ധതിക്ക് മാർഗതടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്നവനാണ് പിശാച്. ദൈവത്തിൻ്റെ സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ആത്മരക്ഷ. ഇതിന് തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്നവനാണ് ആര്? പിശാച്. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ, കർത്താവേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. ദുഷ്ട അരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അതുകൊണ്ട് വളരെ ലളിതമായിട്ട് ഈശോ പഠിപ്പിച്ചതായ ഈ പാഠം നമ്മൾ ഉൾക്കൊള്ളണം. ഇത് ഒരു വ്യക്തി ആണ്. അതുകൊണ്ട് ഈ പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നവരാകണം. ഞാൻ നിങ്ങളോട് 6 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. എങ്ങനെയാണ് ഈ പിശാചിൻ്റെ പ്രവൃത്തികളെ നമ്മൾ, ഇതൊരു അമൂർത്തമായ ഒരു ആശയമായി കാണാതെ, എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെയുണ്ട്, ഇതൊരു ഊർജ്ജമാണ്, ഇതൊരു അവസ്ഥയാണ്, ഇതൊരു തിന്മപ്പെട്ട ഒരു അന്ധകാരമാണ്, ഒരു കെട്ട അവസ്ഥ, അങ്ങനെയൊക്കെ കണ്ട് പോകാതെ ഇത് ഒരു വ്യക്തിയാണ്. അതാണ് ഈശോ പഠിപ്പിച്ചത്. ഇത് ഒരു വ്യക്തിയാണ്. അവനെ പരാജയപ്പെടുത്താനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞു. അതൊരു സംഭവമാണ്. അതായത് ഈശോ ഒരു പിശാച് ബാധിതനായ ഒരു ബാലനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. നമുക്കൊന്ന് വായിക്കാമോ? യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്. അതായത് ഒരപ്പൻ മകനെ ബാധിച്ചിരിക്കുന്ന പിശാചിനെയും കൊണ്ട് ഈ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു പറഞ്ഞു, നിങ്ങളുടെ കർത്താവ് ഒരുപാട് പിശാചുകളെ പുറത്താക്കുന്നില്ല, നിങ്ങൾക്കും പറ്റും, പ്ലീസ് എൻ്റെ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന പിശാചിനെ പുറത്താക്കൂ. പലപ്പോഴും തീയിലും വെള്ളത്തിലും എൻ്റെ കുഞ്ഞിനെ തള്ളിയിടുന്നു, പ്ലീസ് അവനെ പുറത്താക്കൂ, ഞങ്ങൾ രക്ഷിക്കൂ. ശിഷ്യന്മാർ ആവുന്ന മണി 56 നോക്കിയിട്ട് ഇത് പോകുന്നില്ല, ഇതിങ്ങനെ നിൽക്കുകയാണ്. പറ കേൾക്കട്ടെ. ശിഷ്യന്മാർ കർത്താവിൽ നിന്ന് കേട്ടതും കണ്ടതും എല്ലാം പഠിച്ച് പ്രയോഗിച്ച് നോക്കി. അവസാനം പറ്റിയില്ല. ഉടനെ ഈശോ മലയിറങ്ങി, താബോർ മല ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടം, ബഹളം. ഈശോ ചോദിച്ചു, എന്നാ പറ്റി? ഉടനെ കുട്ടിയുടെ അപ്പൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുക, അവർക്ക് പറ്റുന്നില്ല. എന്നിട്ട് അയാൾ ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു, അവർക്കോ പറ്റിയില്ല, നിനക്കെങ്കിലും കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കാമോ? ഈശോ ചോദിച്ചു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് ബൈബിൾ വായിച്ചിട്ടില്ലേ? വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. വിശ്വസിക്കുന്നവനെല്ലാം സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്നതിൽ 50% ആൾക്കാർ ഭയങ്കര വിശ്വാസമാണ്. ഈ ആരാധന കഴിയുമ്പോൾ അവർ പറയുന്ന പ്രാർത്ഥിച്ചത് എല്ലാം നടക്കും. ഇതിനകത്ത് ഒരു 20% ആൾക്കാർ പറഞ്ഞു, പകുതിയൊക്കെ നടക്കും, മറ്റേ മിനിഞ്ഞാന്ന് എനിക്കുണ്ടായ വിഷയം അതൊന്നും തരാൻ പോകുന്നില്ല, കുറച്ചൊക്കെ രക്ഷപ്പെടും. അവർക്ക് കുറച്ചൊക്കെ കൊണ്ട് രക്ഷപ്പെടും. കുറേ ആളുകൾ എത്ര നാൾ പ്രാർത്ഥിച്ച് നടക്കാനും പോകുന്നില്ല, അവർക്കൊന്നും കിട്ടാനും പോകുന്നില്ല. ഇതാണ് ബൈബിൾ. വിശ്വാസം വളരെ പ്രധാനം. യുവർ മെൻ്റൽ ഡിസ്പോസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ ഒരു അനോയിൻറ്റിങ്, എൻ്റെ പ്രിയപ്പെട്ട, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അവിശ്വാസം, അന്ധവിശ്വാസം, അല്പവിശ്വാസം കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. പരതരമെഴുതി ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ.
മർക്കോസ് 9:23 യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കണം, സംശയിക്കരുത്. വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പോൾ ഈ അപ്പം പറഞ്ഞു, എൻ്റെ അവിശ്വാസം പൊറുക്കണമേ, കുഞ്ഞിനെ രക്ഷിക്കണേ. ഈശോ എന്താ ചെയ്തതെന്നറിയാമോ? ഈശോ ഇങ്ങോട്ട് വന്നിട്ട് ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചിട്ട് പറഞ്ഞു, മൂകനും ബധിരനുമായ ആത്മാവേ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക. ഉടനെ ഈ പിശാച് ശക്തിയായിട്ട് ആ കുഞ്ഞിനെ തള്ളിയിട്ടിട്ട് ഉച്ചത്തിൽ അലറി നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഈശോ, ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഈശോ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ശിശുമാർ ചോദിച്ചു, കർത്താവേ അതെന്താ പറ്റി? ഞങ്ങൾക്കത് പറ്റിയില്ലല്ലോ. ഉടനെ ഈശോ മറുപടി പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോകത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉപവാസം, പ്രാർത്ഥന, ഇത് രണ്ടും ഈ ജാതിയെ പുറത്താക്കാൻ ദൈവം കൽപ്പിച്ചു തന്നിട്ടുള്ള മാർഗങ്ങളാണ്. നമ്മളുടെ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ പഠനം കൊണ്ടോ നമുക്കിതിനെ പുറത്താക്കാൻ പറ്റില്ല. നമുക്കിതിനെ പുറത്താക്കാൻ പറ്റും, ആർക്കും പറ്റും. ഇത് വൈദികർക്കെന്നോ കുറച്ച് പേർ അച്ഛന്മാർക്കും എന്നൊന്നും കരുതരുത്. കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും ഈ തിന്മയെ, ഈ അന്ധകാരത്തിൻ്റെ അധിപനെ ബന്ധിക്കാൻ പറ്റും, ആട്ടിപ്പായിക്കാൻ പറ്റും. കാലങ്ങളായി നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പല വിഷയങ്ങളുടെ മേലും കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണ്ടാകേണ്ട, ആദ്യമേ അറിയേണ്ട ഒരു കാര്യം, ഉപവാസം, നമ്മൾ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും വർജിക്കാനുമുള്ള ഒരു കാലം ദൈവം നമുക്ക് തരുമ്പോൾ അത് നമ്മൾ ഗൗരവത്തോടെ എടുക്കണം. ഹല്ലേലൂയ, സ്നേഹത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പിശാചിനെ പുറത്താക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായി ക്രിസ്തു പഠിപ്പിച്ചത്. ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. പ്രാർത്ഥിക്കുന്നവനെല്ലാം സാധിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണോ തിന്മയെ പുറത്താക്കാൻ പറ്റും. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തന്ന മാർഗം, നമുക്ക് ഒന്ന് പ്രാർത്ഥനയും ഉപവാസം. അത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ആളെ പഠിപ്പിക്കണം. കല്യാണം കഴിഞ്ഞിട്ടായിട്ടും ഇവർ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ വളരുന്നത് പെട്ടെന്ന് കയറിയൊന്നും പിള്ളേർ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇനി ഉപവസിക്കും പ്രാർത്ഥിക്കുമെന്നും കരുതരുത്. കുഞ്ഞുനാൾ മുതലേ അവരെ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വളർത്തണം. പള്ളിയിലൊക്കെ കൊണ്ടുവരികയും വചനം കേൾപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും, പ്രിയപ്പെട്ടവരെ ചെറിയ കാര്യങ്ങളിലൊക്കെ ഉപവസിപ്പിക്കുകയും, ഈ നോമ്പാലത്ത് നമുക്ക് ഐസ്ക്രീം വേണ്ട എന്നൊക്കെ ഇങ്ങനെയൊന്ന് പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ വർജനയും ഉപവാസമൊക്കെ പഠിപ്പിക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അതുകൊണ്ട് ഇതൊന്ന് ഒരു കാലം കഴിഞ്ഞ് താനെ ഓട്ടോ പിടിച്ചെങ്കിൽ വരത്തൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ പരിശീലിപ്പിക്കണം. ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഈ തിന്മകളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാനുള്ള അധികാരം നമുക്ക് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഈശോ പറയുന്നത് യേശുവിൻ്റെ നാമം പ്രയോഗിക്കണം. ഹല്ലേലൂയ. രക്ഷകനായ യേശുവിൻ്റെ നാമം. ഒരു സംഭവമാണ്, യോഹന്നാൻ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഒരുത്തൻ ആ വഴിയിലിരുന്ന് പിശാചുക്കളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനോട് പറഞ്ഞു, ഞങ്ങളെ അനുഗമിക്കുവിൻ. അപ്പോൾ അവൻ അത് സമ്മതിച്ചില്ല. അതുകൊണ്ട് നീ എന്നിട്ട് അവനെ വിലക്കണം. ഉടനെ ഈശോ എന്താ പറഞ്ഞേ? നമ്മളുടെ കൂടെയുള്ളവൻ നമുക്കെതിരല്ല, അതുകൊണ്ട് നീ ഒന്നും പറയാൻ പോണ്ട, അവനത് ചെയ്തോട്ടെ. അപ്പോൾ ഈ മനുഷ്യൻ ആലോചിക്കണം, ഈശോയുടെ കൂടെ നടന്നിട്ടില്ല. അവൻ വഴിയരികിൽ നിന്നിട്ട് അതുവഴി ഇതുവഴി പോകുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നേ, എന്നെ പറ്റി, കുറേ നാളായിട്ട് ഒരു രോഗാത്മാവ് പിടികൂടിയിട്ടുണ്ട്. അവൻ പറയും, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോവുക. അപ്പോൾ ഈ പിശാച് വിട്ടുപോവുക. ഇവൻ ഈശോയുടെ കൂടെ നടന്നിട്ടില്ല, യേശു ആരാണെന്ന് പോലും ഇവനറിയത്തില്ല. പക്ഷേ ഇവൻ എവിടെയോ കേട്ടു, യേശുവിൻ്റെ നാമം ഉച്ചരിച്ച് ഇത് വിട്ടുപോകും.
യോഹന്നാൻ സ്ലീഹ നോക്കുമ്പോൾ യേശു എന്നൊരു പേര് കേട്ടപ്പോൾ ഈ യോഹന്നാൻ സ്ലീഹ നോക്കുമ്പോൾ ഒരുത്തൻ്റെ ഇരുന്ന് യേശുവിൻ്റെ പേര് പിശാചുകളെ പുറത്താകുന്നു. യോഹന്നാൻ സ്ലീഹ ചെന്നിട്ട് പറഞ്ഞു, കൊള്ളാം, വെരി ഗുഡ്, നീ ഞങ്ങളുടെ കൂടെ നടക്കണം കേട്ടോ, വാ ഈശോയുടെ അടുത്ത് കൊണ്ടുപോവാം. അവൻ പറഞ്ഞു, ഈശോയുടെ അടുത്തൊന്നും ഞാൻ വരുന്നില്ല, പക്ഷേ ഇവിടെ എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവം എന്നറിയാവോ? യേശു എന്ന നാമം ദൈവം ഭൂമിക്ക് രക്ഷയ്ക്കായി തന്ന ഏക നാമമാണ്. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശു നാമമല്ലാതെ, യേശു മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശു നാമമല്ലാതെ, യേശു നാമമല്ലാതെ. അതെ, ആ യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുമ്പോൾ പിശാചുകൾ വിട്ടു. അതുകൊണ്ട് നമ്മൾ യേശു 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 എന്ന് ഉച്ചരിക്കണം. ചില ആളുകളൊക്കെ മനസ്സ് തളർന്നു പോവും, വിഷാദപ്പെട്ടു പോവും. ചിലർക്കൊക്കെ പ്രതിസന്ധികളുണ്ടാവും, ക്രൈസിസ് ഉണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. നമ്മളറിയാത്ത കാര്യങ്ങൾ എങ്ങനെ ഇത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ പ്രിയപ്പെട്ട ഒരു അല്പനേരം നമ്മൾ യേശുവേ 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 എന്നൊന്ന് ഉച്ചരിക്കാമോ? അവൻ്റെ ചെവിയിൽ ആസിഡ് ഒഴിക്കുന്ന കണക്കെ ഇത് അവനിട്ട ചോക്കളെ. ഹല്ലേലൂയാ. യേശു എന്ന നാമം അത് ഭൂമി നൽകിയ നാമമല്ല. ജോസഫിനോട് സ്വർഗം അരുളി ചെയ്തു, ഗബ്രിയേൽ ദൂതൻ അരുളി ചെയ്തു, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പിശാചുണ്ടാക്കി വെച്ച പാപത്തിൻ്റെ കടം, അതിൽ നിന്നെല്ലാം രക്ഷിക്കുന്നതാണ് യേശു എന്ന നാമം. ഹല്ലേലൂയാ. അതുകൊണ്ട് യേശു എന്ന നാമം ഉച്ചരിക്കണം. ഹല്ലേലൂയാ. മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ ഈ ആശീർവദിച്ച വസ്തുക്കൾ. ബൈബിളിലൊരു സംഭവം പറയാം. ഇത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നതും കഴുത്തിലിടുന്നതും വീട്ടിൽ കൊണ്ടുവെക്കുന്നതും കട്ടളക്കടിയിൽ വെക്കുന്നതും നമ്മുടെ കട്ടിലിനടിയിൽ വെക്കുന്നതും നമ്മൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ആളുകൾ വിചാരിക്കും, ഓ വേറെ പല കാര്യമുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന മിക്കവാറും ആളുകളെല്ലാം വെള്ളം വെഞ്ചരിച്ച്, മണ്ണ് വെഞ്ചരിച്ച്, ഉപ്പ് വെഞ്ചരിച്ച്, എണ്ണ വെഞ്ചരിച്ച്, കൊന്ത വെഞ്ചരിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. കാശ് രൂപങ്ങൾ അതെല്ലാം ഇങ്ങനെ വെഞ്ചരിച്ച് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പിശാചിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആത്മീയ ശക്തി നൽകുന്ന കുറേ വസ്തുക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കാം. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ഹല്ലേലൂയാ. അതായത് ജീവിച്ചിരുന്ന പൗലോസ്ലീഹയുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് തൂവാല മുട്ടിച്ചിട്ട് അങ്ങ് ദൂരെയുള്ള രോഗിക്ക് കൊണ്ടുപോയി തൊടും. അപ്പോൾ അവർ സൗഖ്യപ്പെടും. പ്രിയപ്പെട്ടവർ, ഈ വസ്തുവിൽ അതിൽ തന്നെ ശക്തിയില്ല. പക്ഷേ ഈ വസ്തു കൊണ്ട് ആരെയാണോ തൊട്ടത്, ഇത് ദൈവത്തിൻ്റെ അപ്പോസ്തലനെയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധമായ കൈവപ്പ് കിട്ടിയ ദൈവം തൊട്ട സാവൂളിനെ മാനസാന്തരപ്പെടുത്തി പൗലോസാക്കി മാറ്റിയ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു മനുഷ്യൻ തൊട്ട വസ്തുവിൽ, പ്രിയപ്പെട്ടവരെ, അവൻ ആശീർവദിച്ച, അവൻ വെഞ്ചരിച്ച് കൊടുത്ത ഒരു വസ്തുവിൽ ശക്തിയുണ്ട്. ആരുടെ ശക്തി അത്? യേശുവിൻ്റെ ശക്തിയാണ്. യേശുവിൻ്റെ നാമത്തിലാണ് പൗലോസ്ലീഹ നടക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്, വചനം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ യേശുവിൻ്റെ നാമത്തിൽ വെഞ്ചരിച്ച വസ്തുക്കൾക്ക് ശക്തി. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, ഒരു പള്ളിയിൽ ഇങ്ങനെ ഇതേപോലെ ആരാധന നടത്തുന്ന സമയത്ത് ഒരു ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എൻ്റെ ക്ലാസ്സിൽ ഒരു പെൺകൊച്ചിന് ഒരു കൊന്ത ഉണ്ട് വെഞ്ചരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അച്ഛാ ഒന്ന് വെഞ്ചരിച്ച് തരാമോ? ഞാൻ പറഞ്ഞു,
പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊന്തയൊക്കെ വെഞ്ചരിച്ച് കൊടുക്കണ്ടേ, വെഞ്ചരിച്ച് കൊടുത്തു, ആശീർവദിച്ച് കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ടീച്ചർ വന്നിട്ട് ഒരു സാക്ഷ്യം പറഞ്ഞത്. ഇപ്പോഴും അത് എഴുതി വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ടീച്ചർ പറഞ്ഞാണ്, ഈ കൊച്ച് സ്കൂളിലെ ഒരു ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നാണ് ഈ കൊന്ത വാങ്ങിച്ചത്. കൊട്ടാരക്കര സെൻറ്റ് മേരീസ് സ്കൂളാണ്. അവിടുന്ന് ഇത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? അവളുടെ ചേച്ചി അവളെ കെട്ടിച്ചു വിട്ടാണ്. എല്ലാ ദിവസവും ഈ ചേച്ചി ഈ വീട്ടിൽ 6 മണിയാകുമ്പോൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടും. വീടിനടുത്തുള്ളൊരു കാവുണ്ട്, ആ കാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കറങ്ങി 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 അങ്ങ് വീഴും. അപ്പോൾ ആ വീട്ടുകാരും അയൽക്കാരും എല്ലാം കൂടെ ചേച്ചിയെ, ഇവളുടെ മൂത്ത സിസ്റ്ററിനെ എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെള്ളമൊക്കെ തളിച്ച് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. വൈകിട്ട് 6 മണിയാകുമ്പോൾ ചേച്ചി ഓടും, ഇറങ്ങി ഒറ്റ ഓട്ടം. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം കൂടെ ഇങ്ങനെ വൈകിട്ട് ഇവരുടെ ഓടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരു 5:45 6 മണിയാകുമ്പോൾ ഇവരും റെഡിയായിട്ട് നിൽക്കുകയാണ് ഓടാൻ. അപ്പോൾ റോഡും അവിടെ ചെല്ലും വീഴും, ഹോയ് ഹോയ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് ഇങ്ങനെ വരും, വീട്ടിൽ കൊണ്ടുവരും. പക്ഷേ ഈ ഇളയ കൊച്ചിന് ഭയങ്കര വിഷമം, എൻ്റെ ചേച്ചിക്ക് എന്തായി സംഭവം. അപ്പോൾ അവൾക്കൊരു വിശ്വാസം, ഈ ഒരു കൊന്ത വെഞ്ചരിച്ച് ചേച്ചിയുടെ കഴുത്തിലിട്ട ഇത് വിട്ടു നോക്കണം, വിശ്വാസമാണ്. പ്രിയപ്പെട്ടവർ, ഇത് കൊണ്ടുവന്നിട്ട് അങ്ങനെ ആരെ കൊണ്ട് ഇത് വെഞ്ചരിക്കുമെന്ന് കരുതി ടീച്ചറിൻ്റെ കൊടുത്തേക്കാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, വിഷമിക്കേണ്ട, ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി ഒരു അച്ഛനെ കൊണ്ട് ആശീർവദിച്ച് കൊണ്ടുതരാമെന്ന്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഞാൻ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. സാധാരണ എല്ലാവർക്കും ഇത് വെഞ്ചരിച്ച് കൊടുക്കുന്നതാണെങ്കിൽ യേശു മിശിഹായുടെ നാമത്തിൽ കർത്താവേ ഈ കൊന്തയെ ആശീർവദിക്കണമേ, ഒരു വചനം വെച്ച് ആശീർവദിച്ച് കൊടുത്തു. ഈ കൊച്ചു പറഞ്ഞാണ്, ഈ കൊന്ത കൊണ്ടുവന്ന് ഈ ചേച്ചിയുടെ, ആതിര എന്നാണ് ആ കുട്ടിയുടെ പേര്, അവളുടെ ചേച്ചിയുടെ കഴുത്തിലിട്ടു. അന്ന് മുതൽ പിന്നീട് ഈ കൊച്ചു വീണിട്ടില്ല. ഈ കൊച്ച് കാവിലോട്ട് ഓടിയിട്ടുമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ടീച്ചർ വന്ന് സാക്ഷ്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിന് യഥാർത്ഥത്തിൽ ഈ നൂലിൻ്റെ ഒരു കൊന്തയ്ക്ക് എന്നാ ശക്തി? അതിൻ്റെ മേൽ യേശുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടപ്പോൾ ആ വെഞ്ചരിച്ച വസ്തുവിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. പൈശാചിക പോരാട്ടത്തിൽ ആത്മീയ ശക്തി ആ വസ്തുക്കൾക്ക് കിട്ടും. പൈശാചിക പോരാട്ടത്തിൽ ആത്മീയ ശക്തി ആ വസ്തുക്കൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ തൊട്ട് മുത്താറുണ്ട്, ചില ആളുകളൊക്കെ ഇങ്ങനെ വെഞ്ചരിച്ച വസ്തുക്കൾ കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്, കൈക്കൊന്ത കൊണ്ട് നടക്കാറുണ്ട്, കഴുത്തിൽ കൊന്ത ഇടാറുണ്ട്. അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ അവരിങ്ങനെ ആശീർവദിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ വീടൊക്കെ വെഞ്ചരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ കാണുന്ന ഒരു പുറം ലോകമല്ല, അദൃശ്യമായ ഒരു ലോകമുണ്ട്. ഹല്ലേലൂയ. അവനൊരു ശക്തിയല്ല, ശക്തിയേക്കാൾ ഉപരി അവനൊരു വ്യക്തിയാണ്, തടസ്സമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് നമ്മൾ പല ആളുകൾക്കും, ക്രിസ്ത്യാനികൾക്ക് പോലും അറിവില്ല. അറിവുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ അവൻ്റെ കുതന്ത്രങ്ങളെയും കുരമ്പുകളെയും തിരിച്ചറിഞ്ഞ് എങ്ങനെ അതിനെ നേരിടണം എന്നുള്ള ജ്ഞാനം ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തത് ഉപവാസം, പ്രാർത്ഥന. 2, യേശുവിൻ്റെ നാമം ഉച്ചരിക്കണം. 3, വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കണം. വെഞ്ചരിച്ച വെള്ളം, കൊന്ത, ക്രൂശിത രൂപം, കുരിശ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില ആളുകൾക്ക് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന കണ്ടു, പേടിച്ചിട്ട് കരഞ്ഞിട്ട്. അപ്പോൾ എന്താ സാധാരണ ഒരു ബൈബിൾ എടുത്ത് കൈ കൊടുക്കും, അല്ലെങ്കിൽ ഒരു കൊന്ത, ഒരു കുരിശ് ഒക്കെ കൈ കൊടുക്കും. അത് ശാന്തമായി ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ആ കുരിശിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയുണ്ട്. രക്ഷിതൻ്റെ രക്ഷാകരമായ കർമ്മം പൂർത്തീകരിച്ച ക്രൂശിത രൂപമാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ലോകത്തിന് നൽകിയ ഉപകരണമാണത്, ആയുധമാണത്. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. അതുപോലെ തന്നെ കുരിശിൻ്റെ അടയാളം വരച്ച്, നമ്മൾ കുരിശ് വരച്ച്, കുരിശിൻ്റെ മുദ്ര കൊണ്ട് കട്ടളകളൊക്കെ ഇങ്ങനെ വരച്ച് നമ്മൾ വെഞ്ചരിക്കുക. അതിനിപ്പോൾ അച്ഛൻ വരണം, വർഷത്തിലൊരിക്കൽ വെഞ്ചരിക്കും, പ്രാർത്ഥന. അച്ഛൻ എപ്പോഴും വരാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ കുരിശൊന്ന് വരയ്ക്കണം. അവർ സ്കൂളിൽ പോവുക, ആരൊക്കെ ഏതൊക്കെ ടൈപ്പാണ് എന്തൊക്കെ ടൈപ്പാണെന്ന് ഒരു പിടുത്തമില്ല. അവരെയൊക്കെ ഒന്ന് കുരിശൊക്കെ ഒന്ന് വരച്ചൊന്ന് വിടണം. അതൊരു മുദ്രയാണ്.
നിങ്ങൾക്കറിയാമോ, വിശുദ്ധ അന്തോനിയോസ് പുണ്യവാൻ്റെ ജീവിതത്തിൽ അന്തോനിയോസ് പുണ്യം കുഞ്ഞായിരുന്ന സമയത്ത് പിശാചിൻ്റെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദുർഗന്ധം, അദ്ദേഹത്തിന് മനസ്സിലായി ഈ ദുർഗന്ധത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് പിശാചാണ്. ഈ അശുദ്ധാത്മാക്കളുണ്ട്, അൺക്ലീൻ സ്പിരിറ്റ്സ്. ചില ആളുകളുടെ വീട് നോക്കിയാൽ മതി, ചില ആളുകളുടെ മുറി നോക്കിയാൽ മതി, ചില ആളുകളുടെ വസ്ത്രം നോക്കിയാൽ മതി. അൺക്ലീൻ സ്പിരിറ്റ്സ്, അശുദ്ധ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 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 വല്ലാത്തൊരു സ്മെല്ല്, ഒരു പന്നിയുടെ മണം, ഒരു ചില ആളുകളിൽ അങ്ങനെയുണ്ട്. അത് സെൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും അത് ഒരു സ്പിരിറ്റാണ്. ഹല്ലേലൂയ. ബോധപൂർവ്വം ഇങ്ങനെ കുളിക്കാതെ നടക്കുന്നവരുണ്ട്, അത് ഒരു അറ്റാക്കാണ്. അതല്ല പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചില അൺക്ലീൻ സ്പിരിറ്റ്സ് ഉണ്ട്. ഒരു പയ്യന് അവന് വീടിൻ്റെ മുകളിലാണ് താമസിക്കുക, അവൻ്റെ മുറിയിലോട്ട് കയറ്റത്തില്ല. ജന്മം ചെയ്ത വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ ഇവിടെ വേണ്ട, ഇത് വേണ്ട, ബാക്കിയെല്ലാം മതി എന്ന് പറഞ്ഞു. ഞാൻ പറയാടാ അങ്ങോട്ട്. രണ്ടാമത്തെ തവണ ഞാൻ ചെന്നു, ബലം പ്രയോഗിച്ച് അവിടെ ചെന്നു. ചെന്നപ്പോഴാണ് കണ്ടത്, ദൈവമേ എന്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ അൺക്ലീൻ സ്പിരിറ്റ്, അവന് പള്ളി വരാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അവന് വേറൊരു ലോകത്താണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അന്തോനിയോസ് പുണ്യവാൻ ഇങ്ങനെ ഒരു തരം സ്മെല്ല്, ഒരു വല്ലാത്തൊരു സ്മെല്ല്. അദ്ദേഹം കാണുമ്പോൾ ഒരു വികൃതമായൊരു രൂപമാണ്, പേടിപ്പിച്ചുകൊണ്ട് വരും. കൊച്ചു പയ്യനാണ്, പേടിപ്പിച്ച. അന്തോനിയോസ് പുണ്യവാൻ ആ പള്ളിയിൽ ഒരു കുരിശങ്ങ് വരച്ച് തറയിൽ. ഇന്നും ആ പള്ളിയിലെ ഇത് ടാർ ഉരുകുന്ന കണക്കെ, മെഴുകുരുകുന്ന കണക്കെ ആ പാടങ്ങ് പിടിച്ചു അവിടെ. ഇന്നും അതുപോലെ കിടപ്പുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലുണ്ട് ആ സംഭവം. ഹല്ലേലൂയ. പാതുവായിലെ കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ആ ക്രൂശിത രൂപം സൂക്ഷിക്കുന്നുണ്ട് തറയിൽ. അന്ന് ആ കുഞ്ഞ് അന്തോനിയൂസ് വരച്ച ആ കുരിശ്. പ്രിയപ്പെട്ടവർ, അത്ര പവർഫുള്ളാണ് ഈ കുരിശ്. അദൃശ്യമായൊരു മുദ്രയങ്ങ് അന്തരീക്ഷത്തിലെങ്കിൽ അന്തരീക്ഷത്തിൽ, വെള്ളത്തിലെങ്കിൽ വെള്ളത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, കുഞ്ഞുങ്ങൾ നെറ്റിയില്ലെങ്കിൽ നെറ്റിയിൽ, കട്ടളപ്പടിയില്ലെങ്കിൽ കട്ടളപ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് കുരിശ് വരച്ചാൽ അതൊരു മുദ്രയായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിൻ്റെ സാന്നിധ്യത്തെ അങ്ങനെ നമുക്ക് ഓടിച്ചു കളയാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഈ വചനപ്രഘോഷണം നടത്തുമ്പോൾ ഒരു കളക്റ്റീവായിട്ടുള്ള സ്പിരിറ്റ് വിട്ടു പോകുന്നതായിട്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോയുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 17-18 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ലൂക്കോയുടെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ 12 പേരെ ഈശോ ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ വിട്ടു. ഇവർ പോയി പ്രസംഗിച്ചപ്പോൾ, വചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ കാണുന്നൊരു കാഴ്ചയുണ്ട്. സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഞാൻ ഈ വചനം ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ കാണുന്നൊരു കാഴ്ചയുണ്ട്. സാത്താൻ ഇടിമിന്നൽ പോലെ നിങ്ങൾക്കെതിരെ, സ്വർഗത്തിൽ നിങ്ങൾക്കെതിരെ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരുന്ന പിശാച് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഈശോ കാണും. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. ഇത് അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വചനം കേൾക്കാൻ കൊണ്ടുവരണമെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപദേശിച്ചതുകൊണ്ടൊന്നും പിള്ളേർ നന്നാവണമെന്നില്ല. ദൈവവചനം കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരണം, കേൾക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? ഇത് കേട്ടുകൊണ്ടിരിക്കെ ശുദ്ധി കൈവരും. ഇത് കേട്ടുകൊണ്ടിരിക്കെ പിശാച് തകർന്നു വീഴും. ഹല്ലേലൂയ. ഇതിവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റും നിൽക്കുന്ന, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന, നിങ്ങളുടെ നാശം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന പിശാചുകൾ ഇടിമിന്നൽ പോലെ തകർന്നു വീഴും. ഹല്ലേലൂയ. അതാണ് ഈ ദൈവവചനം കേൾക്കണം. ആ വചനം കേട്ടുകൊണ്ടിരിക്കും പിശാചുകൾ വിട്ടു. ഇത് ബൈബിൾ പറഞ്ഞാണ്, ഈശോ പഠിപ്പിച്ചാണ്. ശിഷ്യന്മാർ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് കാണുന്ന കാഴ്ച, പിശാച് താഴെ വീഴുന്നു. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരെണ്ണമാണ് വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സാന്നിധ്യം. ഇവിടെ ഒരു രൂപം വെച്ചിട്ടുണ്ട് അല്ലേ? വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ ഒരു രൂപം. പ്രിയപ്പെട്ടവരെ, സെയിൻറ്റ് മൈക്കിളിനോട് വിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ, അദ്ദേഹം വലിയ ജ്ഞാനമുള്ള
ദൈവശാസ്ത്രജ്ഞനായ മാർപ്പാപ്പ അദ്ദേഹം സഭയ്ക്ക് വേണ്ടി ചെയ്ത വലിയൊരു കാര്യമാണ് വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ രൂപം റോമിലും അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും ഈ രൂപം അല്ലെങ്കിൽ ഒരു ചിത്രം സെയിൻറ്റ് മൈക്കിളിനോട് ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്, വെളിപാടിൻ്റെ പുസ്തകത്തിലുണ്ട്, യൂദാസിൻ്റെ ലേഖനത്തിലുണ്ട്, ബൈബിളിൽ നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന ദൂതനാണ്. പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ സ്വർഗമുയർത്തിയ ദൂതനാണ് സെയിൻറ്റ് മൈക്കിൾ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മിഖായേൽ ദൂതനോടൊന്ന് പ്രാർത്ഥിച്ച എല്ലാ ദിവസവും ഒരു പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ മിഖായേലിനോടുള്ളൊരു പ്രാർത്ഥന. യൂട്യൂബിലൊക്കെ കിട്ടും, ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ആ പ്രാർത്ഥന മുടങ്ങാമെന്ന് ചൊല്ലാമോ? പിശാച്, കാരണം ഈ നാരകീയ ഉപദ്രവങ്ങൾക്കെതിരെയുള്ള സ്വർഗത്തിൻ്റെ വലിയൊരു സംരക്ഷണ ശക്തിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒന്ന് പ്രാർത്ഥനയും ഉപവാസം, രണ്ട് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ആജ്ഞാപിക്കണം. ഈശോ എന്താ ചെയ്തേ? മൂകനും ബധിരനുമായ പിശാച്, ചേട്ടാ ദയവായിട്ടൊന്ന് മാറിത്തരാമോ, കുഞ്ഞിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാം, എങ്ങനെയാണോ ഈശോ പറഞ്ഞേ? ഈശോ എന്താ പറഞ്ഞത്? പിശാചിനെ ആജ്ഞാപിച്ചു, ശാസിച്ചു, വിട്ടുപോകാൻ പറഞ്ഞു. കോംപ്രമൈസിന് തയ്യാറാകരുത്. എപ്പോൾ പിശാചിൻ്റെ ഒരു സാന്നിധ്യം കണ്ടാലും പ്രിയപ്പെട്ടവരെ, പിശാചെ പ്ലീസ് എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കാൻ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കണം, കൽപ്പിക്കണം, അതനുസരിക്കും, അത് വിട്ടുപോകും. അതുകൊണ്ടാണ് ഇങ്ങനെ യേശുവിൻ്റെ നാമം ഉച്ചരിക്കണമെന്നും യേശുവിൻ്റെ വചനം പ്രസംഗിക്കണം, യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളം മുദ്ര വെക്കണം, വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കണം, വെഞ്ചരിച്ച വെള്ളം കൂടെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയും കുടിക്കുകയും ഭക്ഷണത്തിലൊക്കെ കളിക്കുകയും ചെയ്യണം. അതിന് ഭയപ്പെട്ടിട്ടല്ല, മറിച്ച് നമ്മൾ ഈ പരിജ്ഞാനം നമുക്കുണ്ടാകണം, ജ്ഞാനം ഉണ്ടാകണം. എല്ലാത്തിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ട്, പക്ഷേ ഈ മേഖലകളെക്കുറിച്ച് കൂടി നമുക്കൊരറിവുണ്ടാകണം. അത് ദൈവം ആഗ്രഹിക്കും നമുക്ക്.